ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഷവർമ പാസ്ത നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. ഒരു ഷവർമയുടെയൊക്കെ ടേസ്റ്റിലുള്ള ഒരു പാസ്തയാണിത്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ചിക്കനാണ്. ഞാനിപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ. അതിനായി ഞാനിവിടെ ബോൺലെസ് ആയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ പാന് ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കനൊന്ന് നന്നായി ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ എണ്ണ ചൂടായതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഇത് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയാവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വരും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷവർമയിലൊക്കെ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ ഞാൻ എടുത്തതിന് കുറച്ച് ഓയിൽ അധികമായിട്ട് കാണുന്നുണ്ടാകും നിങ്ങൾക്ക്. അത് നമുക്ക് വേറൊരു ആവശ്യമുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊന്ന് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ പാസ്തയൊന്ന് വേവിക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്തായാലും നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, കാരണം ഇത് നമ്മളൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് ആ ഉപ്പ് പോവും. പിന്നെ ഇതാ ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാസ്ത സ്റ്റിക്കായി പോവാതിരിക്കാനും പിന്നെ അതിൽ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു സ്പെഷ്യൽ ടിപ്പാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നല്ലവണ്ണം വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. അത് ഒരു തിളച്ചെന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവും. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, പാസ്തയൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ട് സ്റ്റിക്കായിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം, വെള്ളമൊക്കെ മൊത്തം പോകുന്നത് വരെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മസാലയ്ക്ക് തയ്യാറാക്കാം. അത് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ക്യാബേജും പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതെല്ലാം ഒന്നൊന്ന് ആദ്യം മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചൊരു ഉപ്പ് എടുത്തിടുന്നുണ്ട്, നമ്മുടെ ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ളത് മാത്രം. പിന്നെ 2 ടേബിൾ സ്പൂൺ മയണീസും കൂടി ചേർക്കുന്നുണ്ട്. മയണീസ് ഉണ്ടാക്കാനുള്ള ലിങ്ക് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി മയോണീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഷവർമ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.